സലീം കുമാർ എന്ന നടൻ നമ്മളെ വിട്ടുപോയിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷെ ഇപ്പോഴും സോഷ്യൽ മീഡിയ മുഴുവനും സലീം കുമാർ അഭിനയിച്ച സിനിമകളുടെ സീൻസോ അദ്ദേഹത്തിൻ്റെ കോമഡി രംഗങ്ങളും അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളും ഇതെങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ ഇതിങ്ങനെ നമ്മുടെ ഫീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയധികമാണ് സലീം കുമാർ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോഴും ആ ഒരു വിയോഗം പലർക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതയാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഒരു സിനിമാ കഥ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതയാത്ര. അദ്ദേഹത്തിന്റെ പല സിനിമയിൽ നിന്ന് നിങ്ങൾ പലവരും വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ തുടക്കകാലത്തൊക്കെ പല സിനിമകളും അദ്ദേഹത്തിനെ ഒഴിവാക്കിയതും അവസരം ലഭിക്കാതെ പോയതൊക്കെ. അദ്ദേഹത്തിന്റെ ബ്രേക്കായ ഒരു സിനിമ തന്നെയായിരുന്നു തെങ്കാശിപ്പട്ടണം. അതുവരെ പല സിനിമകളും ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയൊക്കെ മിന്നി മറിഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു 4-5 സീനുകളിൽ അഭിനയിച്ചത്, അങ്ങനെ പോയിരുന്ന ഒരു നടനായിരുന്നു. പക്ഷെ തെങ്കാശിപ്പട്ടണമാണ് അദ്ദേഹത്തിന്റെ ഒരു കരിയർ മാറ്റിമറിച്ചത്. നമ്മളിന്ന് കാണുമ്പോൾ പറയാം തെങ്കാശിപ്പട്ടണത്തിലെ ആ ഒരു ദിലീപുമായിട്ടുള്ള രംഗങ്ങളൊക്കെ, കുതിരക്കാരനായിട്ടുള്ള ഒരു സീനുമൊക്കെ ത്രൂ ഔട്ട് ഉണ്ടല്ലോ. പിന്നീട് അവർ രണ്ടുപേരും കൂടിയുള്ള ആ ഒരു രാത്രി പശു ആയിട്ട് പശുവിന്റെ വേഷം കെട്ടിയിട്ടുള്ള സീനുകളൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. തിയേറ്റർ മുഴുവനും ചിരിച്ചു മറിഞ്ഞ രംഗങ്ങളായിരുന്നു. ശരിക്കും അന്ന് ആ ഒരു വേഷം ചെയ്യേണ്ടിരുന്നത് സലീം കുമാർ അല്ല. അന്ന് ഏറ്റവും തിരക്കുള്ള ഒരു കൊമേഡിയനായി മാറിയത് ആദ്യകാലത്ത് 95 6 ആയി കഴിഞ്ഞപ്പോൾ കലാപന്മണിയായിരുന്നു. പിന്നീട് കലാപന്മണി തിരക്കായപ്പോഴാണ് അടുത്ത ഒരു താരം, ആ ഒരു കോമഡി താരം ഒരു സ്റ്റാറായി കയറി വന്നത്. അത് ഹരിശ്രീ അശോകനായിരുന്നു. പിന്നീടാണ് സലീം കുമാർ വരുന്നത്. അന്ന് ഹരിശ്രീ അശോകനായിരുന്നു അന്ന് തെങ്കാശിപ്പട്ടണത്തിലെ വേഷം ചെയ്യേണ്ടത്. പക്ഷെ ഹരിശ്രീ അശോകന്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് മറ്റാരെ ആലോചിക്കും, ആരെ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിയാണ് അന്ന് റാഫി മെക്കാട്ടിനെ സലീം കുമാറിനെ സജസ്റ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് റാഫി മെക്കാട്ടിനെ ഈ ഒരു വേഷം ചെയ്യാൻ സലീം കുമാർ ആപ്റ്റ് ആവുമോ എന്നും അവർക്കൊന്നും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ സുരേഷ് ഗോപിയാണ് പറഞ്ഞത് നല്ല ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റാണ്. സുരേഷ് ഗോപിയുടെ കൂടെ സത്യമേവ ജയതേ എന്ന സിനിമയിൽ അതിന് മുമ്പ് സലീം കുമാർ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയൊരു സീനേ ഉള്ളൂ. പക്ഷെ ആ സീൻ, നിങ്ങൾ ആ സത്യമേവ ജയത സിനിമ പലവരും കണ്ടിട്ടുണ്ടാവും. ഓർമ്മ എനിക്ക് തോന്നുന്നു അതിൽ ആ ഒരു ലാപ്ടോപ്പ് അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു കള്ളന്റെ ഒരു ക്യാരക്ടർ ഒന്നും. പക്ഷെ ചെറിയ സീനാണ്. പക്ഷെ സുരേഷ് ഗോപിക്ക് സലീം കുമാർ മനസ്സിലുണ്ടായത്. ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ ആ സമയത്ത് സുരേഷ് ഗോപിക്ക് അത് തോന്നി. സുരേഷ് ഗോപിക്ക് ആ ഒരു സലീം കുമാറിന്റെ ഒരു കഴിവിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് തന്നെ, അതുകൊണ്ട് അതൊരു വലിയൊരു ഭാഗ്യമാണ്, സലീം കുമാറിന്റെ ഒരു ഭാഗ്യമാണ്. അങ്ങനെയാണ് സലീം കുമാർ തെങ്കാശിപ്പട്ടണം എന്ന് പറഞ്ഞ സിനിമയിലോട്ട് വരുന്നത്. അന്ന് രാത്രി സുരേഷ് ഗോപി ഇത് പറഞ്ഞത് കേട്ട് അന്ന് സത്യമേവ ജയത ഏതോ ഒരു സി ക്ലാസ് തിയേറ്ററിൽ അന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പോയി ഇവരെല്ലാവരും കണ്ടു. റഫ്മക്കാട്ടിനെയൊക്കെ പോയി കണ്ടിട്ടാണ് സലീം കുമാറിനെ വിളിപ്പിക്കുന്നതും സലീം കുമാറിന് ആ ഒരു വേഷം കൊടുക്കുന്നതും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് സലീം കുമാറിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അങ്ങോട്ട് സലീം കുമാറിന്റെ ഒരു യുഗം തന്നെയായിരുന്നു. കുറേ നാളുകൾ എനിക്ക് തോന്നുന്നു സുരാജ് വെഞ്ഞാറമൂട് വരുന്നത് വരെ സലീം കുമാർ തന്നെയായിരുന്നു തിളങ്ങി നിന്നിരുന്നത്.